എൻ്റെ വിവാഹാനന്തരം ഞാനും എൻ്റെ സഹധർമ്മിണിയും ഒരുമിച്ച് മിഷൻ കുന്നിലേക്ക് അഥവാ മിഷൻ ഹില്ലിലേക്ക് താമസം മാറ്റി. ഈ കുഞ്ഞുങ്ങളോടുകൂടെ ആദ്യം അവിടെ എടുത്തത് 14 കുഞ്ഞുങ്ങളെയാണ്. ബോയ്സ് ഹോമായിരുന്നു, ആൺകുട്ടികൾ മാത്രമായിരുന്നു. ആ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ കാണാനും അവരെ പരിലാളിക്കാനും അവരെ വളർത്താനും ആത്മീകമായി പ്രബുദ്ധരാക്കി സമൂഹത്തിന് ഉത്തമ പൗരന്മാരാക്കി തീർക്കുവാനുള്ള സമഗ്രമായ താല്പര്യത്തോടുകൂടെയും സമഗ്രമായ പദ്ധതിയോടും കൂടെ ആരംഭിച്ച ഒരു മഹത്തായ സംരംഭമാണത്. അതിലാദ്യം ശുശ്രൂഷിക്കുവാൻ പ്രവർത്തിക്കുവാനുള്ള അവസരം ദൈവം എനിക്ക് തന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ സ്തോത്രത്തോടെ ഞാൻ ഓർക്കുകയാണ്. ആ കുഞ്ഞുങ്ങളോടൊപ്പം അവർ താമസിക്കുന്ന അതേ സ്ഥലത്ത് ഞാനും എൻ്റെ ഭാര്യയും ഒരുമിച്ച് പാർത്ത് ഞങ്ങളുടെ വിവാഹാനന്തരമുള്ള ആദ്യ നാളുകൾ ഞങ്ങൾ അവിടെയാണ് ചെലവഴിച്ചത്. ആ സമയത്ത് കുഞ്ഞുങ്ങളെ സഹായിക്കാൻ വേണ്ടി ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി ഒരമ്മച്ചിയും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പുതിയ ഒരു മേഖലയിലേക്ക് എൻ്റെ പ്രവർത്തനം വ്യാപിച്ചു. സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി മറ്റ് ആത്മീക ശുശ്രൂഷകൾക്ക് വേണ്ടി ഞാൻ അവിടെ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് പോകും. എൻ്റെ ഭാര്യയും ഈ അമ്മച്ചിയും ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. ആ പ്രവർത്തനത്തിന് ഈ സനാഥാലയത്തിന് അമേരിക്കൻ മിഷണറി ആയിരുന്ന ആർലിൻ റൈസ് എന്ന അനുഗ്രഹീതയായ മിഷണറി വനിതാ രത്നം ആണ് നേതൃത്വം നൽകിയത്. ആ പ്രിയ സഹോദരി എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. എൻ്റെ മാതാവിനെ പോലെ, സ്വന്തം മാതാവിനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന ഒരു മിഷണറി ആയിരുന്നു ആ മഹിളാ രത്നം. എന്നെയും എൻ്റെ ഭാര്യയെയും സ്വന്തം മക്കളെപ്പോലെ കാണുകയും അവർ ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഉപകാരങ്ങളും എല്ലാ നന്മകളും അവിടെ നിന്ന് ചെയ്തുകൊണ്ടേയിരുന്നു. ഞാനിങ്ങനെ ചുരുക്കി പറയട്ടെ, ഞങ്ങൾക്കാവശ്യമുള്ള വസ്ത്രം, എനിക്കാണെങ്കിൽ ആവശ്യത്തിനുള്ള ഷൂസ്, കാലിൽ പാദരക്ഷകൾ പോലും, ഇങ്ങേയറ്റം സ്പൂണും ഫോർക്കും പോലും ഞങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുവാൻ അവിടെ നിന്ന് ആ മാതൃതുല്യയായ ആ പ്രിയപ്പെട്ടവൾ ചെയ്ത നന്മകൾ എനിക്ക് വിസ്മരിക്കുവാൻ കഴിയുന്നതല്ല. എൻ്റെ ശുശ്രൂഷാ രംഗത്ത് ഏറ്റവും അധികം എന്നെ പ്രോത്സാഹിപ്പിച്ച വിദേശ മിഷണറിമാരിൽ ഒരു അനുഗ്രഹീതയായ ദൈവദാസിയായിരുന്നു അമേരിക്കയിലെ നെബ്രാസ്ക സ്റ്റേറ്റിലുണ്ടായിരുന്ന ആർലിൻ റൈസ് എന്ന ഈ അനുഗ്രഹീതയായ